ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആയുർവേദിക് പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഖർജൂരാതി മന്ദ എന്ന് പറയുന്ന ഒരു പാനീയത്തെക്കുറിച്ചുള്ളതാണ്. പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഖർജൂര എന്ന് പറയുന്നത് നമ്മുടെ ഈന്തപ്പഴം, ഡേറ്റ്സ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനീയമാണ് ഈ ഒരു ആയുർവേദിക് പ്രിപ്പറേഷൻ. മന്ദ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്മൂത്തി ഒക്കെ ചെയ്തെടുക്കുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ളതിനെയാണ് മന്ദ എന്ന് പറയുന്നത്. നന്നായി അരച്ചെടുക്കുന്ന പാനീയങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാനീയമാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഖർജൂരാതി മന്ദ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഡേറ്റ്സ് ഒരുപാട് ന്യൂട്രീഷൻ റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇതിന് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 2 ഗ്ലാസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ അത് ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക. നമുക്ക് ഒരു 20 ഗ്രാമാണ് ഡേറ്റ്സ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ കറുത്ത ഉണക്കമുന്തിരി ആവശ്യമുണ്ട്. കുരുവില്ലാത്തതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കുരുവില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ കുരു കൂടെ അരിയുമ്പോൾ ഒരു ചവർപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 30 ഗ്രാം നമുക്ക് ഉണക്കമുന്തിരി ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മലരാണ്. മലര് നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മലര് വളരെ ക്ഷീണം അകറ്റാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടെ, മലര് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ആവശ്യമാണ്. ഇത് 3ഉം കൂടെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. വെള്ളം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ആവശ്യമുള്ളത്, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു പാനീയം തയ്യാറായി. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിനുണ്ട്. ഒന്നാമത്തെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡൈജഷൻ വളരെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നുള്ളതാണ്. വയറിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മലബന്ധം പോലുള്ള കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാനീയം രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് വയറ് നല്ല ക്ലീനായി പോകാൻ സഹായിക്കും. അതുപോലെ തന്നെ പൈൽസ്, ഫിഷേഴ്സ് ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു പാനീയം കഴിക്കുന്നത് മൂലം നല്ല സ്മൂത്ത് ആയിട്ട് മോഷൻ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് ഇത് ക്ഷീണം അകറ്റാൻ വളരെ നല്ലതാണ്. ഒരു എനർജി ഡ്രിങ്ക് ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള തളർച്ച അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ക്ഷീണമാണ്, അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ബോഡി നന്നാക്കി എടുക്കാനും നമ്മുടെ ക്ഷീണം അകറ്റാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാം. അതുപോലെ തന്നെ ലൂസ് മോഷൻ, ഛർദി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ORS ഒക്കെ കഴിക്കുന്നത് പോലെ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് ലൂസാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ അകറ്റാനും അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാനും സഹായിക്കുന്നതാണ്. അതുപോലെ ആഫ്റ്റർ സർജറി, ഇപ്പം പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ഷീണമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്നത് ബോഡി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു എനർജി കിട്ടാനും സഹായിക്കുന്നതാണ്. അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊട്ടാസ്യം, B6, അയൺ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കാനും, നമുക്ക് വളരെ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ നമുക്കിതൊരു സമ്മർ ഡ്രിങ്കാണ്, നല്ലൊരു കൂളൻ്റാണ്, നമ്മളെ ബോഡീനെ ഒന്ന് തണുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് ഈ ഒരു ഖർജൂരാതി മന്ദ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമ്മറിലും ഇത് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ വളരെ ചൂട് കൂടുതലാണ്. അപ്പം നമുക്ക് ഒന്ന് കൂളായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മുടെ ബോഡീനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് കഴിക്കാവുന്നതാണ്. അടുത്ത ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ധാരാളമായിട്ട് അയൺ, നമുക്കറിയാം കറുത്ത മുന്തിരിയിൽ ധാരാളമായിട്ട് അയൺ ഉണ്ട്. അപ്പോൾ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അനീമിയ ഉള്ളവർക്കും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് രക്തക്കുറവ് പരിഹരിക്കാനും നല്ല രീതിയിലുള്ള രക്തവർദ്ധനവിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗർ ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. ശർക്കര ഉപയോഗിച്ചിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അവരെ ഒഴിവാക്കുക. ബാക്കി എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്